കൈതൊഴാമിലേക്ക് വിശ്വാസവും ചരിത്രവും ഇടകലർന്ന ആരാധനാലയമാണ് കണ്ണൂർ രാമന്തളിയിലെ 17 ശുഹദാക്കളുടെ മഖാം. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ വിശ്രമിക്കുന്ന ഇടം കൂടിയാണിത്. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചകളും ഈ ആരാധനാലയത്തിൽ വന്നാൽ നമുക്ക് കാണാം. പോർച്ചുഗീസുകാരോട് പടവെട്ടി രക്തസാക്ഷികളായ 17 ശുഹദാക്കളുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാമന്തളിയിലെ ഈ മഖാം. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യം സഫലമാകുമെന്നതാണ് വിശ്വാസം. ജാതി മതഭേദമന്യേ ആളുകൾ ഇവിടേക്ക് പ്രാർത്ഥനകളുമായി എത്തുന്നുമുണ്ട്. കാണാം രാമന്തളി 17 ശുഹദാക്കളുടെ മഖാം വിശേഷങ്ങൾ. ഏഴിമലയുടെ വടക്കേ താഴ്വരയിൽ പോരാട്ടത്തിന്റെ ഓർമ്മകളും ചരിത്രത്തിന്റെ ശേഷിപ്പുകളുമായി ഒരു പള്ളി മിന്നാരം കാണാം. അവിടെ നിന്ന് ചരിത്രവും വിശ്വാസവും പരസ്പരം ചേർന്നുള്ള ബാങ്ക് വിളിയും ഉയരും. പതിനാറാം നൂറ്റാണ്ടിൽ രാമന്തളിയിൽ താവളം അടിച്ച പോർച്ചുഗീസുകാർ അവിടെ താമസിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു. ഇതിനെതിരെ ചേർത്തുനിന്ന് വീരമൃത്യു മരിച്ച യോദ്ധാക്കളാണ് രാമന്തളി 17 ശുഹദാക്കൾ. വൃദ്ധജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും സമീപ ഗ്രാമങ്ങളായ കുഞ്ഞിമംഗലം, പടന, തൃക്കരിപ്പൂർ എന്നീ പ്രദേശങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു യുദ്ധം തുടങ്ങിയത്. 10 കുടുംബങ്ങളിൽ നിന്നായി 17 യുവാക്കളായിരുന്നു പോരാളികൾ. പരിമിതമായിരുന്നു രാമന്തളിക്കാരുടെ ആയുധബലവും ആൾബലവും. എന്നാൽ അത്യാധുനിക ആയുധവും ആളുകളുമുള്ള പറങ്കിപ്പടയിലെ നിരവധി പേരെ അവർ കൊലപ്പെടുത്തി. മരണം വരെ 17 പേരും പോരാടി. ഒടുവിൽ 17 പേരെയും പറങ്കികൾ വെട്ടിനുറുക്കി സമീപത്തെ കിണറ്റിലെറിഞ്ഞുവെന്നാണ് ചരിത്രം. ശേഷം കിണറിൽ നിന്നൊരു വെളിച്ചം വന്നെന്നും രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നുമാണ് വിശ്വാസം. ആ 17 പേരെയും സംസ്കരിച്ചിടമാണ് രാമന്തളി 17 ശുഹദാക്കളുടെ പള്ളി. 17 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യസ്ഥലമാണ് രാമന്തളി ജുമാ മസ്ജിദിൻ്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുഹദാ മഖാം. ഇവിടെ എല്ലാ വർഷവും ഉറൂസ് കഴിച്ചവരുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ 5 വരെ ഇവിടെ ഉറൂസുണ്ട്. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വന്ന് പ്രസംഗം നടത്താറുണ്ട്. ഇവിടെ എല്ലാ ജാതി മത ഭേദമെന്ന് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ്. വളരെയധികം ശ്രേഷ്ഠ പവിത്രത നിറഞ്ഞൊരു ആരാധനയായത്. എത്രയോ വിശ്വാസികൾ എല്ലാ ദിവസങ്ങളും മാസങ്ങളും വന്നുകൊണ്ട് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ആയിരത്തി 1963 17 ശുഹദാ മഖാമിൽ നടന്നു വരുന്ന ഉറൂസ് ഏറെ പ്രാധാന്യമുള്ളതാണ്. മാസം തോറും സംഘടിപ്പിച്ചു വരുന്ന സ്വലാത്ത് മജ്ലിസ് 2005 മെയ് മുതലാണ് ആരംഭിച്ചത്. മലബാറിൽ ഏറ്റവും അധികം വിശ്വാസികൾ പങ്കെടുക്കുന്ന മാസാന്തര സ്വലാത്ത് മജ്ലിസാണിത്. മതസൗഹാർദ്ദത്തിന്റെ കൈവിട്ടു പോകാത്ത കാഴ്ചയും കാണാം രാമന്തളിയിലെത്തിയാൽ. പള്ളിക്ക് അഭിമുഖമായി പൂമലക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. 2 ആരാധനാലയങ്ങളും ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുത്തും സഹകരിച്ചുമാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. മഖാമിന് തൊട്ടുമുന്നിലെ പൂമാല ഭഗവതി ക്ഷേത്രവും കൂടി ചേരുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക കൂടി ഉയരുന്നുണ്ട് ഈ മണ്ണിൽ നിന്ന്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.